ഹിന്ദു എന്നതൊരു മതമാണോ? അത് സത്യത്തിൽ അത് സംഭവിച്ചത് 200 കൊല്ലത്തിക്കുള്ളിലായിട്ടില്ല. അതിനു മുമ്പ് വിദേശീയർ നമ്മെ വിളിച്ചിരുന്നത് സൈന്ധവർ എന്നാണ്. സൈന്ധവർ സിന്ധു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിൽ താമസിച്ചിരുന്നു. ഹിന്ദു ഗംഗ ആ തലങ്ങളിലായിരുന്ന ജീവിച്ച അക്കാലത്താണ് പല ഗ്രന്ഥങ്ങളിൽ രചിക്കപ്പെട്ടത്, ഉപനിഷത്തുകളും മറ്റും. അപ്പം ആ കാലത്ത് വിദേശീയരുടെ ഉച്ചാരണ പെശ കാരണം അവർ സിന്ധു എന്നുള്ളത് ഹിന്ദു എന്ന് വിളിച്ചിരുന്നു. അത് ഒരു രേഖ സൂക്ഷിക്കേണ്ടി വന്നപ്പോൾ രേഖയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സൈന്ധവർ എന്ന് വിളിക്കുന്നതിനുമാർ ആ 2 പേര് അന്ന് ആലോചന വന്നിട്ട് അതിൽ ഹിന്ദു എന്ന് ഉള്ളത് കുറച്ച് എളുപ്പമാണല്ലോ എഴുതാനുമൊക്കെ, അതുകൊണ്ട് ഹിന്ദു എന്ന് സ്വീകരിച്ചതാണ്. സത്യത്തിൽ ഹിന്ദു എന്നുൾപ്പെടുന്ന അതിൻ്റെ ഈ ശരിയായ അർത്ഥത്തിലല്ല, അതൊരു പ്രദേശത്തിൻ്റെ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ടതെന്നേ ഉള്ളൂ ഹിന്ദു എന്ന് പറയുന്നത്. സനാതനധർമ്മം അതാണ് സത്യത്തിൽ ഇവിടെ ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു വളർന്നു വികസിച്ചത്. അത് ഏകദേശം 10,000 വർഷം മുൻപ് മുതൽ തുടങ്ങിയതാണ് വികസനം. ആ വികാസം അനേക 1000-ലേറെ യോഗികളിലൂടെയാണ് വളർന്നത്. ഒരാൾ സൃഷ്ടിച്ചതല്ല. അവരെ തപസ്സിരുന്ന്, അവരെ ധ്യാനത്തിലിരുന്ന് കിട്ടിയ ആശയങ്ങൾ അവർ ജീവിച്ചു നോക്കി, പരീക്ഷിച്ചു നോക്കി. അവരെ യോഗികൾ പലരും കുടുംബനാഥന്മാരായിരുന്നു, പ്രജകളായിരുന്നു, രാജ്യത്തെ രാജാവായിട്ടുണ്ട് നോക്കിയിട്ടുണ്ട്, അവരെ മന്ത്രിമാരായിട്ടുണ്ട്, കച്ചവടക്കാരായിട്ടുണ്ട്, അവർ കൃഷിക്കാരായിട്ടുണ്ട് യോഗികൾ, അങ്ങനെ ഇറച്ചി വെട്ടുകാരായിട്ടുണ്ട് അനേക യോഗികൾ. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ എല്ലാം ജീവിത വ്യാപാരങ്ങളിലും മുഴുകി ഈ കണ്ടെത്തിയ സത്യങ്ങൾ, അവർ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ സത്യങ്ങൾ സത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എഴുതി വെച്ചവയാണ് ഉപനിഷത്തുകൾ. അത് ജീവിത സത്യങ്ങളാണ്. അതിലാരുടെയും വെളിപാടുകൾ ചുമ്മാ എഴുതി വെച്ചതല്ല, ഒരാൾക്ക് ചുമ്മാ തോന്നുന്നൊരു കാര്യമല്ല. ജീവിച്ചാൽ കിട്ടുന്ന ഒരു അനുഭവമാണത്, മാത്രമാണത്. അങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് അതിലിത്ര മഹത്വം വന്നു ചേർന്നത്. ജീവിതത്തിൽ ഉപനിഷത്തുകൾ ഇപ്പം 10,000-ലേറെ രചനകളുണ്ടായിട്ടുണ്ട്, ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ട്. അവയിൽ 1008 എണ്ണം കുറച്ച് കൊള്ളാവുന്ന തപ്പിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ 20-ാം നൂറ്റാണ്ടിന് നമുക്ക് ഏറ്റവും ഈ ആധുനിക മനുഷ്യന് മറ്റു പലതുമായിട്ടും വ്യാപാരത്തിൽ ഇടപെടേണ്ട കാരണം എല്ലാം ഒന്നും പഠനം സാധ്യമല്ല. 108 എണ്ണം ഉണ്ട്. അതൊരു ബുക്കായിട്ട് കിട്ടും, തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്, വലിയൊരു ബുക്കാണ്. അതുതന്നെ കുറച്ച് വിവരണങ്ങളേ ഉള്ളൂ ഓരോ ഉപനിഷത്തുകളെക്കുറിച്ചും, അതിന് ആശയത്തെക്കുറിച്ച്. എന്നാൽ ഓരോ ബുക്കായിട്ട് കിട്ടും ഓരോ ഉപനിഷത്തുകളെക്കുറിച്ചും. ആ 108 എണ്ണം മിക്കവാറും ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ തർജ്ജമ. അത് വിവേകാനന്ദൻ 10 എണ്ണത്തോളം എടുത്ത് അത് വളരെ വിശദമായിട്ട് ഉദാഹരണ സഹിതം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതാണ് ജ്ഞാനയോഗം, കർമ്മയോഗം, ഇതുപോലുള്ള കുറേ യോഗം ഉണ്ട്. പല രീതിയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, പല ഈ ഉപനിഷത്തുകൾ. അതൊക്കെ വളരെ വിപുലപ്പെട്ട നല്ല ആശയങ്ങളുള്ളതാണ്. അത് ശരിക്കും മനസ്സിലാകുന്നത് അത് വായിച്ചാൽ ഉപനിഷത്തുകൾ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഈ ഉപനിഷത്തുകൾ ഇതുപോലുള്ള വലിയ വലിയ ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് രാമായണത്തിലൂടെയും ഭാഗവതത്തിലൂടെയും ഭാരതത്തിലൂടെയും നമുക്കറിയാം. അതിലെ വലിയ ആശയങ്ങൾ അതുപോലെ മനുഷ്യന് മനസ്സിലാകുക എല്ലാവർക്കും ഒരുപോലെ. അതുകൊണ്ട് അതൊക്കെ പുരാണങ്ങളായിട്ട് എഴുതിയതാണ്. അനേക പുരാണ ഗ്രന്ഥങ്ങളുണ്ട്. അവ കഥാരൂപേണയും മറ്റുമൊക്കെ അങ്ങനത്തുള്ള ഈ ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ജീവിച്ചിരുന്നവർ തന്നെയാണ്. പക്ഷേ അവരിൽ അത് ആരോപിച്ചുകൊണ്ട് എഴുതിയെന്നുള്ള ആ യോഗ്യതകളെല്ലാം അവരിൽ ആ സ്വഭാവം ഉണ്ടായിരുന്നതാനും അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി കാണും രചിച്ചപ്പോൾ. അങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതായത് സനാതന ധർമ്മം എക്കാലവും നിലനിൽക്കുന്നതിന് പറയാൻ കാര്യം ഇതാണ്. ഇത് ജീവിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, പ്രായോഗികമാക്കിയ കാര്യങ്ങളാണ്, തത്വങ്ങളല്ല. പ്രയോഗത്തിൽ വരുത്താത്ത ഒരു കാര്യവും ഉപനിഷത്തുകളിലില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ, തന്നിടമുണ്ടെങ്കിൽ ആർക്കും പരീക്ഷിക്കാവുന്നതാണ് ഇവയെല്ലാം. പരീക്ഷിച്ച് കണ്ടുപിടിക്കാവുന്ന ആശയങ്ങളാണ് അതിൻ്റെ വലിയ ആശയങ്ങളാണ്. അതായത് ഉയർന്ന ഒരുവിധം മാനസിക തലത്തിലുള്ളത്. അത്
ഇന്നത്തെ സൈക്കോളജി എന്നൊക്കെ പറയുന്ന ആ തലത്തിൽ വരെ എത്തുന്ന ഉന്നത തലത്തിലാണ്, മാനസിക തലത്തിലും പ്രായോഗിക തലത്തിലും അതിൻ്റെ സ്ഥാനം. ഇതൊക്കെ വായിക്കണ്ട, ഇതിലൊന്നും വലിയ അർത്ഥമില്ല, രാമായണം മാത്രം പഠിച്ചാൽ മതി എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. കൊള്ളാം, അതിലൊത്ത് കുറേയേറെ ആശയങ്ങളുണ്ട്, നല്ലതാണ് ജീവിതത്തിന്. അത് തന്നെ പോരാ, ഉപനിഷത്തുകൾ ഒരു 10 എണ്ണമെങ്കിലും നിശ്ചയമായിട്ടും വായിക്കുക, അതിൻ്റെ ആശയം ഗ്രഹിക്കുകയും ചെയ്യണം ഇവിടുത്തെ ഹിന്ദു ഓരോരുത്തരും. എങ്കിലേ ഹിന്ദു എന്താണെന്ന് അറിയൂ, ഇതിൻ്റെ പരപ്പും ആഴവും എത്ര വിപുലമാണെന്നറിയൂ. പ്രായോഗിക ജീവിതവും ആത്മീയ ജീവിതവും ഒരുപോലെ നമ്മെ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും പരീക്ഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇവയിലൊക്കെ ഉള്ളത്. പ്രായോഗിക ജീവിതത്തിന് യാതൊരു പ്രാധാന്യക്കുറവും ഒരു ഉപദേശത്തോ കൽപ്പിക്കുന്നില്ല. പ്രായോഗിക ജീവിതം, കിട്ടിയ ജീവിതം പരമാവധി ഉപയോഗിക്കണം എന്നാണ് നമ്മെ ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത്. ആരെയും ചൂഷണം ജീവിക്കുന്നതല്ല. ശരിക്കും അവനവൻ ഈശ്വരൻ തന്നിരിക്കുന്ന അവനവൻ്റെ അവയവങ്ങളും അവനവൻ്റെ ബുദ്ധിയും ഭാവനയും ഒക്കെ ജീവിതത്തിൽ സുഗമമാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അത് ധനം സമ്പാദിക്കാനും ഉള്ള കാലം മുഴുവൻ ധനവും ഇരിക്കാനല്ല, ആത്മീയതയിലും കുറേ ശ്രദ്ധിക്കണം. ആത്മീയത എന്ന് പറഞ്ഞ് ഈ പുരാണ പാരായണവും കുറുതൊട്ട് നടക്കുകയും രാമായണം കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയും തൊട്ടുതൊഴിയൊന്നും അല്ല. അതിൻ്റെ അകത്ത് ആശയത്തിൻ്റെ ഗാംഭീര്യമാണ് അറിയേണ്ടത്. ആശയത്തിൻ്റെ ഗാംഭീര്യം അത്ര ഭയങ്കരമാണ്. ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള സർവവും അടങ്ങിയതാണ് ഓരോ ഉപനിഷത്തൊക്കെ. ഒരെണ്ണയിൽ പോലും ആശയങ്ങൾ കിട്ടാൻ അത്ര വിപുലപ്പെട്ട ചിന്താശേഷിയുള്ള ആൾക്കാരാണ് അവർ. അമാനുഷ തലത്തിലെത്തിയിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അവയൊക്കെ. അതുകൊണ്ടാണ് തന്നെയല്ല ഇതിൻ്റെ ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു രാജഭരണത്തിൻ്റെ രീതിയിലല്ല, ആധിപത്യ ഭരണത്തിൻ്റെ രീതിയിലാണ്. ഒരാൾക്കുള്ള ആശയം വികലമാവാം, തെറ്റുപറ്റാം. അങ്ങനെ പറ്റിയിട്ടുണ്ടല്ലോ ധാരാളം. ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്ക് ചില തെറ്റുപറ്റാറില്ലേ, അടുത്ത ശാസ്ത്രജ്ഞൻ വരുമ്പോൾ തിരുത്തും. ആൽബർട്ട് ഐൻസ്റ്റീന് പറ്റിയ തെറ്റുകൾ ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ് പലതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനു മുൻപ് എഡിസനും ഒക്കെ കണ്ടുപിടിച്ചത് പലതും അതിനകത്ത് തെറ്റുകളുണ്ടെന്ന് പിന്നീട് വന്ന് പലരും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നതുപോലെ വ്യക്തിയിലുണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റുപറ്റാം. ഒരു സമൂഹത്തിന് മൊത്തം സ്വീകരിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഉള്ള ആശയം വളരെ പരിഷ്കരിച്ചതായിരിക്കണം. എങ്കിൽ നമ്മൾ ഒരാൾ ഭരിക്കുന്നതിന് വരെ ഒരു മന്ത്രിസഭ, ഇന്ത്യയിൽ ഒരു മന്ത്രിസഭ അവരാ തീരുമാനിക്കേണ്ട നയങ്ങൾ മുഴുവൻ. എന്നതുപോലെ ജീവിതത്തിന് ആവശ്യമുള്ളത് 10,000-കണക്കിന് യോഗികൾ ജീവിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ എഴുതി വെച്ച് അതിൻ്റെ ആശയം ഗ്രഹിക്കാൻ ഇന്നുകൊണ്ടാണ് ഈ സനാതന ധർമ്മം ഒരിക്കലും നശിക്കുകയില്ല എന്ന് പറയുന്നത്. അതാണ് സത്യവും. 10,000 കൊല്ലം വിദേശീയർ വന്ന് നശിപ്പിച്ചിട്ടും ഇന്നും നിലനിൽക്കുന്നതിന് കാരണം അതാണ്. ജീവിച്ചറിഞ്ഞ ജീവിത സത്യങ്ങളാണെന്നുള്ളതാണ്, തിയറി അല്ല എന്നും. ജീവിച്ച സത്യങ്ങൾ അവരുടെ അനുഭവത്തിൽ, അതായത് തപസ്സിലൂടെ കണ്ടെത്തിയ ആശയങ്ങൾ അത് ജീവിച്ച് കണ്ടുപിടിച്ചു. ഓരോ യോഗിയും പണി ചെയ്തിരുന്നു. ചുമ്മാ ഇരുന്ന് മന്ത്രം ജപിച്ചിരിക്കുകയല്ല, അവരൊരു യോഗിയല്ല. ഒരു യോഗിയും ചുമ്മാ ഇരിക്കുന്നില്ല. ഇന്നും വെറുതെ ഏതെങ്കിലും യോഗി ചുമ്മാ ഇരിക്കുന്നുവെങ്കിൽ പിരിവെടുത്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾ യോഗിയേ അല്ല, അയാൾ ഭോഗിയാണ്. യോഗികൾ അങ്ങനെയല്ല. നമ്മുടെ യോഗികളൊക്കെ കഠിനമായ പറമ്പ് പണിതും കച്ചവടം ചെയ്തും കാശുണ്ടാക്കി അതുകൊണ്ട് ജീവിച്ചവരാ, അധ്യാപനം കൊണ്ട് ജീവിച്ചവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയും രാജാവായിട്ട് രാജ്യം ഭരിച്ച് യോഗികളായ ധാരാളം പേര് ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. ഈ രാജാക്കന്മാരവർ. അതുപോലെ വിശ്വാമിത്രർ ഉൾപ്പെടെ രാജാക്കന്മാരാ. അതുപോലെ ഒത്തിരിയുണ്ട്, എണ്ണമില്ലാത്തത്ര യോഗികൾ, രാജാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കൃഷിക്കാരുണ്ട്, ഇറച്ചി വെട്ടുകാരുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും പരീക്ഷിച്ച് കണ്ടുപിടിച്ച ആശയങ്ങളാണ് ഉപനിഷത്തുകൾ. ഒരിക്കലും ഉപനിഷത്ത് വായിക്കാതിരിക്കല്ല, അതിൽ നിന്ന് കിട്ടുന്ന ആശയമാണ് അതിഭയങ്കരം. അത് പറഞ്ഞാൽ അത്യുഗ്രനാണ് അവയെല്ലാം. മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. നല്ല തർജ്ജമ കിട്ടും, പല തർജ്ജമകളുണ്ട്. അതൊത്തിരി വിവരിച്ചിട്ടുള്ള
നല്ല തർജ്ജമകളുണ്ട്. മൃദാനന്ദ സ്വാമി ഇറങ്ങിയിട്ടുള്ള ഒത്തിരി ഉപദേശങ്ങളുണ്ട്. അത് കുറച്ച് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. വേറെ ബുക്കുകളുണ്ട് അതിനേക്കാൾ സിമ്പിൾ. ഇതെല്ലാം ആദ്യം വിവേകാനന്ദൻ്റെ ജ്ഞാനയോഗവും കർമ്മയോഗവും ഉൾപ്പെട്ട കുറേ ബുക്കുകൾ അത് വാങ്ങി വായിക്കണം. വലിയ വിലയുള്ള ബുക്കുകളല്ല, ചെറിയ ചെറിയ ബുക്കുകളാണ്. അതൊക്കെ വാങ്ങിച്ച് ഒന്ന് പഠിക്കണം. ഇതൊക്കെ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഇതിന് ആഴവും പരപ്പും ഇല്ലാത്ത വെറും പുറന്തള്ളലാണെന്ന് പറയുന്നത്. അറിവില്ലായ്മയുടെ കൂടുതലുകൊണ്ടാണ്. അറിവില്ലായ്മ ആരും ചോദ്യം ചെയ്യാനൊന്നും പോകില്ല. അതും ധരിച്ചു നിൽക്കുന്ന മതം മാറിപ്പോകുന്നവരൊക്കെ ഉണ്ട്. അതും അവിടെ ചെന്ന് അതും അറിയുന്നില്ല ഇതും അറിയുന്നില്ല. അവിടെ ചെന്ന് എളുപ്പ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. ഇതല്ല, ഇത് ജീവിതത്തിനും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പോലും പ്രതിപാദിക്കുന്ന ഉപനിഷത്തുകളുണ്ട്. അതൊക്കെ ഗവേഷകർ ഇപ്പോൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഗവേഷകർ ഇപ്പം പുതിയ കണ്ടെത്തലുകൾ പലതും ഈ അന്ന് യോഗികൾ പറഞ്ഞത് ആയിട്ട് വളരെ ബന്ധപ്പെട്ടവയാണ് ആധുനിക കണ്ടുപിടുത്തങ്ങളെല്ലാം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ യോഗികളാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ഈ ആധുനിക കാലത്തെ യോഗികളാണ്. അവരതിനു വേണ്ടി ജീവിതം കഷ്ടപ്പെട്ട് അവർ പരീക്ഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ പ്രചരിപ്പിച്ച തിയറികളാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്, CV രാമൻ, ഇവരൊക്കെ അതിഭയങ്കര ശാസ്ത്രജ്ഞന്മാരാണ്, യോഗികളാണ്. ഇത്തരം യോഗികളാണ് മുൻപ് ജീവിച്ചിരുന്നത്. മന്ത്രവും ജീവിച്ചിട്ട് കണ്ണു വളച്ചിരിക്കുന്നവനെ അല്ല യോഗി എന്ന് ഇന്ത്യൻ ജനത ഭാരതീയരെ കണക്ക് കൂട്ടിയിരുന്നത്. അവർ ജീവിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ എഴുതി വെച്ചവരാണ് യോഗികൾ. അങ്ങനെയാണ് 10,000 കണക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം നിശ്ചയമായിട്ടും ഇതിൻ്റെ ഒന്നും മഹത്വം അറിയാതെ മണ്ടത്തരം ആണെന്ന് കരുതി പോകുന്നത് വിഡ്ഢിത്തമാണെന്നുള്ള കാര്യമൊന്ന് അറിഞ്ഞിരിക്കണം. മഹത്തായ ഒരു ഇത് കിട്ടിയിട്ടും അത് പഴം കൊടുത്താൽ അതിൻ്റെ കാമ്പ് കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇരുന്ന പോലെയാണ് ഓരോ ഹിന്ദുവും ഇടപെടുന്നത്. ഹിന്ദു ഒന്നും ഇല്ലെന്നൊരു തോന്നൽ, അറിവില്ലായ്മ മാത്രം. മതപാഠശാലകളിൽ പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള അതിൻ്റെ ഒന്ന് വലിയ ഗൗരവമുള്ള കൊച്ചുകുട്ടിക്ക് ഗൗരവമുള്ള ആശയം കൊടുക്കരുത്. അപ്പം കഥകൾ അവർക്ക് കൊടുക്കാവുള്ളൂ. ഇതൊന്നും ശരിക്കും പഠിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു മതപാഠശാലകൾ നടത്തിയിട്ടും കാര്യമില്ല. മതം കൊള്ളുകയില്ലെന്ന് പറയും പിള്ളേർ. അവർക്ക് കൊച്ചുകുട്ടികൾക്ക് കഥകളാണ് വേണ്ടത്. എന്നാൽ മുതിർന്നതനുസരിച്ച് ഗൗരവമുള്ള ആശയങ്ങൾ വേണം. ഈ ലോകമേ മിഥ്യ എന്ന് പറയുന്ന സന്യാസിമാരെയൊന്നും ഇത് പഠിപ്പിക്കാൻ ഏൽപ്പിക്കാതിരുന്നാൽ മതി. അങ്ങനെ പറയുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടെനിക്ക് പറഞ്ഞൊരു ആൾ, അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഒരിക്കലും ഹിന്ദുമതത്തെക്കുറിച്ച് പഠിക്കാത്തൊരാളിൻ്റെ കാര്യങ്ങളല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പഠിക്കണം, തനിയെ പഠിക്കണം. വലിയ ബുക്കുകൾ ലഭ്യമാണ്. വലിയ വിലയുള്ള ബുക്കുകളല്ല വരുന്നു, ചെറിയ ചെറിയ ബുക്കുകൾ. ഈ 108 എണ്ണം ഒന്നിച്ചിറക്കിയത് വില കൂടുതലാണ്, 800 രൂപ. അത് ഓരോ ഉപദേശങ്ങളും കുറേശ്ശെ വിവരണങ്ങളേ ഉള്ളൂ. അല്പം കടുപ്പത്തിൽ എഴുതിയിരിക്കുന്നതും. എന്നാൽ ഓരോ ബുക്കായിട്ട് വാങ്ങിച്ചാൽ ആ കടുപ്പമില്ല. സിമ്പിളാണ്, എളുപ്പമാണ്, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ.